ശബരിമല മാളികപ്പുറം മേൽശാന്തിമാർക്ക് സഹായികളെ നിശ്ചയിക്കാൻ കർശന ഉപാധികൾ മുന്നോട്ട് വെച്ച് ഹൈക്കോടതി. സഹായികളുടെ പേരുവിവരങ്ങൾ അടങ്ങിയ സത്യവാങ്മൂലം സമർപ്പിക്കണം. ഇവർ നിയമവിരുദ്ധ പ്രവൃത്തികളിൽ ഏർപ്പെട്ടാൽ ആരാണ് ഉത്തരവാദിയെന്നും ഹൈക്കോടതി. സ്വർണ്ണക്കവർച്ചയുടെ പശ്ചാത്തലത്തിലാണ് കർശന നിർദ്ദേശം. വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ശരിയാണ്. രേഷ്മ, സ്വർണ്ണക്കവർച്ചയുടെ പശ്ചാത്തലത്തിൽ കർശന ഉപാധികൾ തന്നെയാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ആ ഉപാധികൾ? സുരേഷ്, ഉപാധികളല്ല, മറിച്ച് ഈ ശബരിമലയിലെയും മാളികപ്പുറത്തെയും മേൽശാന്തിമാരുടെ സഹായികളെ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു അപേക്ഷ അതുമായി ബന്ധപ്പെട്ടൊക്കെ നൽകിയിരുന്നു. അതിലാണിപ്പോൾ ഹൈക്കോടതി ഒരു അഭിപ്രായവും ഒരു വിശദമായിട്ടുള്ള സത്യവാങ്മൂലം സമർപ്പിക്കാനായിട്ടുള്ള നിർദ്ദേശം ദേവസ്വം ബോർഡിന് നൽകിയിട്ടുള്ളത്. അതായത് ഈ സഹായികൾ ആരൊക്കെയാണ്, അവരുടെ പേര് വിവരങ്ങൾ അടങ്ങിയ സത്യവാങ്മൂലം ദേവസ്വം ബോർഡ് സമർപ്പിക്കണം. അത് മാത്രമല്ല, ഈ സഹായികളായി നിശ്ചയിക്കാനായിട്ട് ഇരിക്കുന്നവരുടെ മുൻകാല പശ്ചാത്തലം ഏത് വിധത്തിലാണ്, മറ്റ് വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ടോ എന്നും ദേവസ്വം ബോർഡ് അറിയിക്കണം. സന്നിധാനത്ത് സേവനത്തിന് എത്തുന്നതിന് മുൻപ് ഇവരുടെ രേഖകൾ ശേഖരിച്ച് പരിശോധിച്ചിട്ടുണ്ടോ എന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇവരിൽ ആരെങ്കിലും മുൻകാല മേൽശാന്തിമാരുടെ കീഴിൽ സന്നിധാനത്ത് നേരത്തെ സഹായികളായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ, ഇവർക്കാർക്കെങ്കിലും പിന്നീട് അല്ലെങ്കിൽ ഇവരിൽ ആരെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കാണ് ഉത്തരവാദിത്തം, ആരാണ് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, ഇക്കാര്യത്തിലും കൃത്യമായിട്ടുള്ള വിശദാംശങ്ങൾ രേഖാമൂലം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകണമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. നേരത്തെ ഈ മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഈ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ശബരിമല മാളികപ്പുറം എന്നിവിടങ്ങളിൽ സുരക്ഷയും അതോടൊപ്പം തന്നെ സുതാര്യതയും ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഹൈക്കോടതി ഈ മേൽശാന്തിമാരുടെ സഹായികളായിട്ട് നിയോഗിക്കുന്ന ആൾക്കാരുടെ പേര് വിവരങ്ങളും അവരുടെ മുൻകാല പശ്ചാത്തലം അടക്കം ഇപ്പോൾ വിശദമായിട്ട് സമർപ്പിക്കാൻ, അവരുടെ വിശദാംശങ്ങൾ സമർപ്പിക്കാനായിട്ട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും നേരത്തെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിലും സഹായിയായിട്ടൊക്കെ തന്നെ ഈ പറയുന്ന ശബരിമലയിൽ നിന്നിട്ടുണ്ട് എന്നുള്ള വിവരം നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഹൈക്കോടതി കർശനമായിട്ട് തന്നെ എല്ലാ പേര് വിവരങ്ങളും, അതായത് 20ഓളം പേരാണ് ഈ മേൽശാന്തിയുടെ സഹായിമാരായിട്ട് വരേണ്ടതെന്നുള്ള ഒരു നിലപാടാണ് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. ആ 20 പേരുടെയും പേര് വിവരങ്ങൾ, അവരുടെ മറ്റ് കാര്യങ്ങൾ, അവരുടെ മുൻകാല പശ്ചാത്തലം ഒക്കെ തന്നെ കൃത്യമായിട്ട് രേഖാമൂലം ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡ് സമർപ്പിക്കണമെന്നുള്ളതാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിലവിൽ നൽകിയിട്ടുള്ള ഇടക്കാല ഉത്തരവ്. കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.